ായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ദൈവദാസൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രാരംഭമായിട്ട് ഒന്ന് രണ്ട് പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനുശേഷം കർത്താവിന്റെ ദാസൻ അല്ലെങ്കിൽ സങ്കീർത്തനം ശുശ്രൂഷിക്കും. ദൈവദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാനായിരിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷം ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്ത ഒരു ഭാഗ്യം നൽകിയ ദൈവത്തിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും ലോകപ്രകാരമായി ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് എല്ലാ ആഴ്ചകളിലും സമയം കിട്ടുമ്പോഴൊക്കെ ദൈവത്തെ ആരാധിക്കുന്നത്? നമുക്കത് പറയുവാൻ കഴിയും, എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നൊരനുഭവമാണ്. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുവാനിടയായ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തെ സ്നേഹിച്ചിട്ടാണ്. ഹല്ലേലൂയ. ഈ സ്നേഹിച്ചും അതുപോലെ ആജ്ഞാപിച്ചും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഒരു ദൈവദാസൻ പറഞ്ഞൊരുവായ ഒരു പ്രസംഗത്തിൻ്റെ ഒരു കണ്ടന്റിൽ പ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന്റെ കൽപ്പനകൾ അത് കേട്ടനുസരിക്കുന്നതും ദൈവത്തെ സ്നേഹിച്ച് ചെയ്യുന്ന തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഒരു വ്യക്തിക്ക്, ഒരു മാതാവിനും പിതാവിനും രണ്ട് കുഞ്ഞുങ്ങൾ ഇരിക്കട്ടെ. ഒരു കുഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ഒരു കുഞ്ഞിനോട് എത്ര തന്നെ പറഞ്ഞാലും അനുസരിക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ പുറത്തു പോകുമ്പോൾ അപ്പനും അമ്മ പറയും, നീ ഇന്ന വിഷയം ചെയ്യണം, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഒരാളോട് പറയുമ്പോൾ, ഒരു മകനോട് പറയുമ്പോൾ, ഈ പറഞ്ഞാൽ കേൾക്കാത്തയാള് ഒത്തിരി പ്രാവശ്യം അവരെ ഹല്ലേലൂയ സ്തോത്രം കൽപ്പന പോലെ പറഞ്ഞ് ആജ്ഞാപിക്കുന്ന ആ കുഞ്ഞിനോട് ഒത്തിരി പ്രാവശ്യം പറയണം, എന്താണ്? നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? പേടിച്ചിട്ട് ആ മകൻ ചെയ്യുവാനിടയായി തീരും. പക്ഷേ മറ്റൊരു മകൻ, ഈ മാതാവും പിതാവും പുറത്തേക്ക് പോകുമ്പോൾ, മാതാവും പിതാവും തിരിച്ചു ഭവനത്തിലേക്ക് വരുമ്പോൾ, എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ സന്തോഷമാകുന്ന മനസ്സിലാക്കി ആ സ്നേഹത്തിനകത്ത് നിന്ന് ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ വ്യക്തിയും രണ്ടാമത്തെ വ്യക്തിയും ചെയ്തതെല്ലാം ഒരുപോലെയാണ്. പക്ഷേ ഒന്നാമത്തെ വ്യക്തി ചെയ്തത് ഒരു കൽപ്പനയുടെ ബേസിലാണ്. പ്രൈസ് ദി ലോർഡ്. ആദ്യമെങ്കിലും പിതാവ് ദൈവം നമ്മോട് പറഞ്ഞ കൽപ്പനയ്ക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ ഒരുപക്ഷെ വരുവാനിടയായിത്തീരുന്നത്. പക്ഷേ നമ്മളിലൂടെ വരുന്ന സ്തോത്രവും സ്തുതി എന്ന് പറയുന്നത്, ദൈവം എന്നെ അടിക്കുമെന്ന് പറഞ്ഞോ, ദൈവം എന്നെ ഒതുക്കുമെന്ന് പറഞ്ഞോ, അങ്ങനെ ഒരു ചിന്തയിലല്ല. കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി ഗിരിമുകളിൽ ഇരു കള്ളന്മാരുടെ മധ്യത്തിൽ യാഗമായി തീർന്നു എന്നുള്ള സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ കൽപ്പനകളെ കേട്ട് ചെയ്യുന്നതും ദൈവത്തെ സ്നേഹിച്ച് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നമുക്ക് ഈ ഒരു ദിവസം ആരാധനയ്ക്കായി കടന്നു വന്നത്, ഈ ആരാധനയ്ക്കായി കടന്നു വന്നില്ല എങ്കിൽ ദൈവദാസൻ എന്തു പറയും, കൂടെയുള്ളവർ എന്തു പറയും, അല്ലെങ്കിൽ ദൈവം എന്നെ അടിക്കുമോ എന്നുള്ള ഭയത്തിലൊന്നുമല്ല നമ്മൾ വരേണ്ടത്. ദൈവജനം പറയുന്നു, യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ത് ചെയ്യുന്നു? ഭയത്തെ പുറത്താക്കുവാനിടയെത്തി. ഇന്ന് പകൽക്കാലം ക്രിസ്തുവുമായിട്ടുള്ള ഒരു അഭേദ്യമായ സ്നേഹബന്ധത്തിലൂടെ ആയിരിക്കും നമ്മുടെ ആരാധനകളെല്ലാം. ഇന്ന് പകൽക്ക് നമുക്ക് ഹൃദയംഗമായി എന്ന് പറഞ്ഞ, അപ്പാ ഞാൻ ഇവിടെ ആരാധിക്കാൻ വന്നത് ഒരു പക്ഷേ പലപ്പോഴും ഭയത്തിന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ തന്നെയും ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഞാൻ ഇന്ന് പകൽക്കാലം ആരാധിക്കാൻ കടന്നു വരുന്നത് കർത്താവ് നിന്റെ സ്നേഹത്തിലാണെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? സ്വന്തം അപ്പനോ അമ്മയോ സഹോദരങ്ങളോ നൽകാത്ത സ്നേഹമാണ് എൻ്റെ അപ്പൻ നൽകുവാനിടയായി തീർന്നത്. പലപ്പോഴും നമുക്കറിയാം, ജീവിതത്തിന്റെ പല മേഖലകളിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിലൊക്കെ കിടക്കുമ്പോൾ മാതാപിതാക്കളൊന്ന് അടുത്തു വന്നിരുന്നെങ്കിൽ എത്രയോ ആശ്വാസമാകും എന്ന് വിചാരിച്ച പല സാഹചര്യം ഉണ്ടായിരുന്നു.
എന്നാൽ നമുക്കറിയാം ICU പോലുള്ള പല അനുഭവങ്ങളാകുമ്പോൾ സ്വന്തം സഹോദരങ്ങൾ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ ആ ICUയുടെ കണ്ണാടിയുടെ പുറത്തു നിൽക്കുമ്പോൾ എന്റെ യേശു കർത്താവ് അരികത്ത് വന്ന് മകനെ, മകളെ എന്ന് പറഞ്ഞ ആശ്വാസം നൽകുവാൻ ജീവിതത്തിന്റെ പല മേഖലകൾ അനുഭവിച്ചവരാണ് നാം ഓരോരുത്തരുമെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, അപ്പാ എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പലപ്പോഴും തകർന്നുപോയ മേഖലകളിൽ, ഒതുങ്ങിപ്പോയ മേഖലകളിൽ ഇത്രത്തോളം എന്നെ പരിപാലിക്കുവാൻ, എന്നെ സ്നേഹിക്കുവാൻ ഞാൻ എന്തുള്ളു കർത്താവേ എന്നുള്ള സ്നേഹത്തോടെ അപ്പന്റെ അരികത്ത് വരുന്ന ഒരു കൂട്ടം ദൈവജനങ്ങളുടെ സ്തുതിയും ഘോഷവും എന്റെ കർത്താവ് അത് അംഗീകരിക്കുന്നുവെങ്കിൽ നമ്മൾക്കാലം ഒരുമിച്ച് നമുക്ക് പ്രാരംഭത്തിന് പറയാം, കർത്താവേ ഞാൻ നിന്റെ സന്നിധാനത്തിൽ വന്നത് എന്റെ അപ്പൻ എന്നെ സ്നേഹിച്ചതോർത്ത, എന്റെ അപ്പൻ തിരികെ വരുന്നതിന് മുൻപേ രണ്ടാമതും തിരികെ വരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദത്തം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അപ്പനു വേണ്ടി എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്യണം. ഹല്ലേലൂയ. അപ്പനു വേണ്ടി ഈ ലോകത്തിൽ ചെയ്യണമെങ്കിൽ എനിക്ക് കൃപാവരം ആവശ്യമാണ് കർത്താവേ. എനിക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നൽകിയ കാര്യങ്ങൾ സ്നേഹത്തോടെ അത് അക്സെപ്റ്റ് ചെയ്യുവാൻ കർത്താവേ ഞാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും? ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ മൂടിയാട്ട് ഒരല്പ നിമിഷം. ഹല്ലേലൂയ. പ്രാരംഭത്തിന് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇതിനകത്ത് ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവ് ദൈവവചനത്തിലുള്ള കൽപ്പനകളെക്കാളും ദൈവവചനത്തിലെ ആജ്ഞകളെക്കാളും അപ്പാ ഞാൻ അതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി മരിച്ച ആ കർത്താവിന്റെ സ്നേഹത്തെ ഞാൻ ഓർത്തുകൊണ്ട് അങ്ങയുടെ കൽപ്പനകളെ ഞാൻ സ്വയമായി സ്വീകരിക്കാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും? ആരാധ്യ ദൈവത്തെ ഒരു നിമിഷം ഒന്ന് ഓർത്തുകൊള്ളാട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും ഒതുങ്ങിപ്പോയ സാഹചര്യങ്ങൾ, എന്റെ ജീവിതം അവിടെ അവസാനിച്ചോ എന്ന് പലപ്പോഴും വിചാരിച്ച സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മെ ഇത്രത്തോളം പരിപാലിച്ച് നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഒരു നിമിഷം ഒന്ന് ഓർക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അപ്പന്റെ സന്നിധാനത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ അങ്ങയുടെ സ്നേഹം ഈ ഒരു ആരാധന കഴിയുമ്പോൾ കർത്താവേ എന്റെ മേൽ വർദ്ധിക്കട്ടെ കർത്താവേ. ഞാൻ പലപ്പോഴും അങ്ങയുടെ സ്നേഹം വിട്ടുകളഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട് കർത്താവേ. ജീവിതത്തിന്റെ സാമ്പത്തിക മണ്ഡലങ്ങൾ ഉന്നതികളും നന്മയുടെ ഉന്നതികളും ദൈവം എനിക്ക് ദാനം നൽകിയ ആരോഗ്യം ഒക്കെ ഉപയോഗിച്ച് പലപ്പോഴും ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി കർത്താവേ. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ഒന്നുകൂടെ അങ്ങയുടെ സ്നേഹത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങനെ സ്നേഹിച്ചത് ഓർത്തുകൊണ്ട് അപ്പാ ഞാൻ അങ്ങേ ആരാധിക്കുന്നപ്പാ. ജീവിതത്തിന്റെ പല മേഖല ഒതുങ്ങിപ്പോയപ്പോൾ, സഹോദരങ്ങൾ നമ്മെ വിട്ടു പോയപ്പോൾ, സഹോദരിമാർ നമ്മെ വിട്ടു പോയപ്പോൾ, മാതാപിതാക്കൾ പലരും നമ്മെ വിട്ടുമാറിയപ്പോൾ, ജീവിതത്തിന്റെ പല അനുഭവങ്ങൾ നമ്മളെ മാറ്റിമറിച്ചപ്പോൾ ഒരിക്കലും മാറ്റം വരാതെ ഇന്നലെയും ഇന്നും നാളെയും അനന്യനായി നിൽക്കുന്ന, ഒരുപോലെ അനന്യനായി നിൽക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആരാധിക്കുവാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവേ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എന്റെ മേൽ വ്യാപരിക്കണമേ. ദൈവവചനം ഇപ്രകാരം പറയുന്നു, അങ്ങനെ ഹല്ലേലൂയ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ദൈവിക പ്രഭ മനസ്സിലാക്കി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കൂടിയ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെട്ടപ്പോൾ അന്ന് വരെ അനുഭവിക്കാത്ത പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം അനുഭവിച്ചെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നുള്ള ദൈവികമായ ചില നന്മകൾ അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ, അത് മാത്രമല്ല സഭ ഒന്നിണങ്ങമായി അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നപ്പോൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ പത്രോസ് കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലായിരുന്നെങ്കിലും ദൂതന്മാരുടെ സാന്നിധ്യം പത്രോസിന്റെ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങത്തക്ക നിലവാരത്തിൽ ഒരു ആത്മീക അന്തരീക്ഷം ആരാധനയിലൂടെ കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങളെ ആരാധിക്കുന്ന അനുഭവത്തിനകത്ത് തന്നെ കർത്താവേ എവിടെയൊക്കെയാണ് വിടുതൽ ആവശ്യമായത് അപ്പാ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ശരീരങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തി കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തി കർത്താവേ. എത്ര പേർക്ക് ഒരു നിമിഷം ദൈവത്തോട് പറയാൻ കഴിയും, കർത്താവേ ഞാൻ സന്തോഷത്തോടെ ഞാൻ അങ്ങനെ സ്നേഹിച്ചത് ഓർത്ത് ഞാൻ ആരാധിക്കുവാൻ എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഓ റബദബ ശംധനാരകം ധനാരകനകടകസെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിലെ സംഭവങ്ങളെല്ലാം എൻ്റെ കർത്താവിന്റെ വരവിനെ വിളിച്ചു കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ പല ആലോചനകൾ നൽകിയ പ്രകാരം തന്നെ ഇന്ന് പകൽക്കാലം ഒരു ആലോചന സഭയോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൊടുന്നവയുള്ള ചില ക്ഷാമങ്ങൾ, പൊടുന്നവയുള്ള ദേശത്തിൽ അല്ല ലോക രാജ്യങ്ങളിൽ പോലും പലവിധമാകുന്ന സംഭവങ്ങൾ വരും ദിവസങ്ങളിൽ അധിക നിമിഷങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ പലവിധമാകുന്ന പ്രശ്നങ്ങൾ ദേശത്തിനകത്ത് കടന്നു വരുമ്പോൾ അതിനകത്ത് നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നേ മുതൽ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് സഭയോട് ആലോചന നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ വെള്ളക്ഷാമത്തിന്റെയും വിവിധമായ ക്ഷാമങ്ങളുടെ പ്രതികൂലത്തിന്റെ കാറ്റിൽ ദൈവ മക്കളെ ദൈവം പരിപാലിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം, കർത്താവേ, ആ കാലഘട്ടങ്ങൾ അതിവിദൂരമല്ലാതിരിക്കുമ്പോൾ തന്നെ ദേശത്തിൽ ലോക രാജ്യങ്ങളുടെ മേൽ ഒരു ഹല്ലേലൂയ, ഒരു ലോക്ക്ഡൌൺ പോലെ അധിക താമസമേനെ തന്നെ ലോക രാജ്യങ്ങൾക്കകത്ത് ചില സംഭവങ്ങൾ നടക്കുവാൻ പോകുമ്പോൾ ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമക്കളെ നീ പരിപാലിക്കുമ്പോൾ, അങ്ങ് സംരക്ഷിക്കുമ്പോൾ ഞങ്ങളെ ഒന്ന് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ എത്ര പേർക്ക് പകൽക്കാലം പറയുവാൻ കഴിയും? ലോകത്തിലെ സംഭവങ്ങൾ ദൈവവചനം പറയുന്നു, അന്ത്യകാലഘട്ടത്ത് സകലജരുടെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അന്ത്യകാലഘട്ടമാകുമ്പോൾ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും യുദ്ധക്കെടുതികൾ യുദ്ധങ്ങളും ഒക്കെയും ആകുമ്പോൾ ഓർക്കണം, എന്റെ അപ്പന്റെ വരവ് അതിവിദൂരമല്ല. നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കട്ടെ, ഏതൊക്കെ രോഗങ്ങൾ വരട്ടെ, ഏതൊക്കെ പ്രയാസങ്ങൾ വരട്ടെ, ഞാൻ എൻ്റെ അപ്പന്റെ ഹല്ലേലൂയ അരികത്തുനിന്ന് ഒരല്പം പോലും മാറുവാൻ ഞാൻ തയ്യാറല്ല. ഹല്ലേലൂയ. ശദ്രക്, മേശക്, അബേദ്നെഗോ ഒരു കാര്യം അറിയാം, എന്നെ എരിയുന്ന തീച്ചോളയിൽ നിന്നും എൻ്റെ അപ്പനെ വിടുവിക്കാൻ കഴിയും. പക്ഷേ ശദ്രക്, മേശക്, അബേദ്നെഗോ രാജാവിനോട് പറയുകയാണ്, അല്ലയോ രാജാവേ, ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഈ മഹാപ്രയാസത്തിൽ നിന്നും എന്റെ കർത്താവിനെ എന്നെ വിടുവിക്കാൻ കഴിയും. പക്ഷേ അതല്ല എന്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത്, അതല്ല എന്റെ അപ്പനുള്ള സ്നേഹം എന്ന് പറയുന്നത്. എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും എന്റെ അപ്പനെ വിട്ട് അപ്പൻ ആഗ്രഹിക്കാത്ത ഒരൊറ്റ കാര്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ യഹോവയുടെ ഒരു നല്ലൊരു മകനാണെന്നുള്ള ബോധ്യതയോടുകൂടെ നിന്ന ആ ഒരു വ്യക്തിയെ പോലെ നമുക്ക് പറയാൻ കഴിയുമോ? കർത്താവേ, ഈ ലോകത്തിലെ ഏതൊക്കെ തന്നെ പ്രതികൂല കാറ്റിനിടയിലും ദൈവസന്നിധിയിൽ നിലനിൽക്കേണ്ട ഒരു കൃപ എന്റെ മേൽ പകർത്ര പേർക്ക് പറയുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എല്ലാവരും കാത്തിരിക്കുന്നത് എന്റെ അപ്പന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയാണ്. ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. അതിവിദൂരമല്ലാതിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് ദൈവത്തോട് പറയും, കർത്താവേ, യാതൊരു കാരണവശാലും എന്റെ നിത്യത എന്നിൽ നിന്നും കൈവിട്ടു മാറരുതേ. നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും, അപ്പാ, ഞാൻ എന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ ഈ ലോകത്തിലെ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടത്തിനായി കാത്തിരിക്കുന്ന പൗലോസിനെ പോലെ നമുക്ക് പറയുവാൻ പറ്റുമോ? അപ്പേർ വിളിക്കുന്ന നാളിൽ എന്റെ പേര് സ്വർഗത്തിൽ അത് വെളിപ്പെടും. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും? ആ ഒരു പ്രത്യാശ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ലഭ്യമായി തീരുവാനിടയായി തീരും? ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലെങ്കിൽ നാം ആരാധിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത് ദൈവവചനം കേൾക്കുന്നെല്ലാം വൃഥാവായി തീരുവാനിടയായി തീരും. 10 പേർ ഒരുപോലെ ഒരുങ്ങി, പക്ഷേ 5 പേരുടെ എണ്ണ നഷ്ടപ്പെട്ട് തിരിച്ചറിയാതെ പോയത് കൊണ്ട് മണവാളൻ വന്നപ്പോൾ അവരുടേതായ യാത്രയ്ക്ക് തടസ്സമായി നിന്നതുപോലെ അവസാനമായി അതുവരെയും മണവാളന് വേണ്ടി കാത്തുനിന്ന കന്യകയോർത്ത് മണവാളൻ പറയുകയാണ്, ഞാൻ അവരെ ഒരു നാളും അറിയുന്നില്ല. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ലിസ്റ്റിൽപ്പെട്ടവരായിട്ടല്ല, ഞാൻ എന്റെ അപ്പൻ എന്നെ വിളിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ നാട്ടിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ പേര് വിളിക്കുന്ന സമയത്ത് ഞാനും അവിടെ കാണുമെന്ന് എത്ര പേർക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണുമൻ പേരും
കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാം യാത്രയിലെ രക്ഷപ്പെട്ടോരെ കരെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണുമൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളി പ്രത്യാശയോടെ ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാൻ ഭക്തഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാൻ ഭക്തഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേര് പ്രത്യാശയോടെ പേർ വിളിക്കും നേരം എത്ര പേർക്ക് പ്രത്യാശയോടെ ഹല്ലേലൂയ പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമൻ പേർ വിളിക്കും നേരം പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാം ഭർത്തലെ രക്ഷപ്പെട്ടോരെ കരെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരോ പേർ വിളിക്കും നേരം പ്രത്യാശയോടെ പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേര് ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരെ ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാൻ ഭക്തഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരോ ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാൻ ഭക്തഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരോ പേർ വിളിക്കും നേരം കാണും പേർ വിളി പ്രത്യാശയോടെ അപ്പാ പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേർ വിളിക്കും നേരം പേർ വിളി
നേരം കാണും, നേരം കാണും, പേർ വിളിക്കും നേരം കാണുമേ. കർത്തർ പേർക്കുരാപ്പകല്ലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ. പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമേ. കർത്തൻ പേർക്കുരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ. പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമേ. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം. എത്ര പേർക്ക് പ്രത്യാശയോടെ പാടുവാൻ കഴിയും? പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരോ. കർത്തൃകാകളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാം പേർ വിളിക്കും നേരം കാണുമേ. പേർ വിളിക്കും നേരോ, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരോ. പേർ വിളിക്കും നേരം നമുക്ക് പ്രത്യാശയോടെ നമുക്ക് പറയുവാൻ കഴിയുമോ? എന്റെ അപ്പന്റെ നാട്ടിൽ പോയി ആ പേർ വിളിക്കുന്ന നാട്ടിൽ ആ പൊൻ ഹല്ലേലൂയ സുദിനത്തിൽ എന്റെ പേരും കാണും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമേ പേരോ. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമേ പേരോ. പേർ വിളിക്കും നേരം കാണുമേ പേരോ. പേർ വിളിക്കും നേരം കാണുമേ പേരോ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പ്രത്യാശയോടെ പറയാൻ കഴിയും, അപ്പാ ആ പേർ വിളിക്കുന്ന നാളിൽ എന്റെ പേരും കാണുമെന്ന് എത്ര പേർക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയും? ഈ ലോകത്തിലെ കഷ്ടതകളെല്ലാം മാറി, എല്ലാ വേദനകളും മാറി, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറി ആ കർത്താവിന്റെ നാട്ടിലെത്തുമ്പോൾ നമുക്കൊരു പുതിയ ശരീരം, പുതിയ അവസ്ഥയിൽ നമ്മെ മാനിക്കുന്ന ഒരു കർത്താവ്. ലാസറത്ര തന്നെ വേദന അനുഭവിച്ചെന്ന് പറഞ്ഞാലും, ധനവാനെ നീ എത്ര ധനവാനെന്ന് പറഞ്ഞാലും, ഞാനൊരു ദൈവ പൈതലായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് വേണ്ടി എന്റെ കർത്താവ് ഒരു വാസസ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഇന്ന് പല വേദനകളും ഇവിടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ജീവിതത്തിന്റെ മേഖലയിൽ ഒരു മുന്നേറ്റമില്ലാത്ത അനുഭവമായിരിക്കാം. ഭാരപ്പെടേണ്ട, നമ്മുടെ സകല വേദനകൾ മാറ്റുന്ന
നമ്മുടെ പ്രയാസങ്ങൾ മാറ്റുന്ന ഒരു ദിവസം അതിവിദൂരമല്ല. ആ കർത്താവിന് എത്ര പേർക്ക് നന്ദിയോടെ പറയാൻ കഴിയും? പേർ വിളിക്കുന്ന നേരം കാണുമെൻ പേരുമെന്ന് പ്രത്യാശയോടെ എത്ര പേർക്ക് പാടുവാൻ കഴിയും? ഹല്ലേലൂയ. കാലം ഓർക്കണം, നമ്മുടെ പേർ ഒരുപക്ഷെ ലോകപ്രകാരമായി പലർക്കും അറിയത്തില്ല എങ്കിലും, സഹോദരങ്ങൾ, കൂട്ടുകാർ, കുടുംബക്കാർ പലർക്കും നമ്മുടെ പേരറിയാമെങ്കിലും, നമ്മുടെ പേരിന് മറഞ്ഞതുപോലെ അനുഭവങ്ങൾ എത്രയോ നിമിഷങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. സഹായിക്കേണ്ടവർ പലരും കൈവിറത്തിയ സാഹചര്യം എത്രയോ ഉണ്ടായിരിക്കാം. പക്ഷേ എന്റെ അപ്പൻ ഒരിക്കലും മറന്നു കളയാതെ ഒരു ദിവസം നമ്മുടെ പേര് വിളിക്കുന്ന ഒരു പൊൻ സുദിനത്തിൽ നമ്മുടെ പേരും കാണുമെന്ന പ്രത്യാശ എത്ര പേർക്ക് പറയുവാൻ കഴിയും? പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരോ. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഇതുവരെ ഇരുന്ന് ദൈവസന്നിധിയിൽ അല്പനേരം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നല്ലോ, ആരാധിക്കുകയും ചെയ്യായിരുന്നു. ഒരു അല്പനിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് മനോഹരമായ ഒരു പ്രത്യാശ ഗാനം, ലോകെ ഞാൻ ഓട്ടം തികച്ചു, സ്വർഗഗേഹ വിരിതനം അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യാശയുള്ള ഗാനം നമുക്ക് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സമയമാണ്. എല്ലാവരും ദൈവത്തെ കരങ്ങളടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് എൻ്റെ കർത്താവിൻ്റെ നാളിൽ എൻ്റെ പേരും കാണുമെന്നുള്ള പ്രത്യാശയോടെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാനുള്ള സമയമാണ്. ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓട്ടം തികച്ചു, സ്വർഗഗേഹേ വിരുദിനായി, ലോകെ ഞാൻ എന്നോട്ടം തികച്ചു, സ്വർഗഗേഹേ വിരുദിനായി, പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധോ, പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധോ. ഓ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ, ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാൻ ആശയാൻ കാത്തിരുന്ന എന്റെ പ്രിയനെ, ഏറെ നാളായി കാൺമാൻ ആശയാൻ കാത്തിരുന്ന എന്റെ പ്രിയനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സാധാ സന്നദ്ധനായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ, ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാഥൻ പേർക്കായി സേവ ചെയ്തതാ, താതൻ എന്നെ മാനിക്കുവാനായി, നാഥൻ പേർക്കായി സേവ ചെയ്തതാ, താതൻ എന്നെ മാനിക്കുവാനായി,
തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങീരും കിരീടങ്ങളായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങീടും കിരീടങ്ങളായി. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ. വീണകളേന്തി ഗാനം പാടുമ്പോ ഞാനും ചേർന്നു പാടിടുമേ. വീണകളേന്തി ഗാനം പാടുമ്പോ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേ നഗരമതിൽ. കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേ നഗരമതിൽ. സദകാലം ഞാൻ മണവാട്ടിയായി പരനോട് കൂടെ വാഴുമേ. സദകാലം ഞാൻ മണവാട്ടിയായി പരനോട് കൂടെ വാഴുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാണാനാശയാൽ കാത്തിരുന്ന എന്റെ പ്രിയനെ ഹല്ലേലൂയ. ഏറെ നാളായി കാണാനാശയാൽ കാത്തിരുന്ന എന്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ലോകെ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗ്ഗവിരുദിനായി. ലോകെ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗ്ഗവിരുദിനായി. പ്രാണനോടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ പറഞ്ഞിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വെറുത്ത വീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വെറുത്ത വീരന്മാർ. വീണകളേന്തി ഗാനം പാടുമ്പോ ഞാനും ചേർന്നു പാടിടുമേ. വീണകളേന്തി ഗാനം പാടുമ്പോ ഞാനും ചേർന്നു
ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. 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 ഏറെ നാളായി കൺമനാശയായി കാത്തിരുന്ന എന്റെ പ്രിയൻ പ്രത്യാശയോടെ ഏറെ നാളായി കൺമനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. 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 ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ വൈഡവരാധകരം ജലവൈഡവരം ജലവൈഡവരാധകരം 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 ജലവൈഡവരെ അന്തരവൈഡവരം ജലവൈഡവരാധൽ പ്രൗഢവരം ജലവൈഡവരാധകരം ജലവൈഡവരാധകരം ദേ. ഓ ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. വൈഡവരം ജലവൈഡവരം ജലവൈഡവരാധകരം ജലവൈഡവരാധകരം ജലവൈഡവരെ അക്ഷരവൈഡാധാരകരം ജലഭൂഷവരം ജലവൈഡവരാധകരം ജലവൈഡേ. അത്താരാധാ വൈഡവരം ജലവൈഡവരം ജലവൈഡവരാധകരം ജലവൈഡവരം ജലവൈഡവരാധകരം ജലവൈഡവരാധേ. അന്താരാധാ വൈഡവരം ദേ വൈഡവരം ജലഭൂഷവരാധകരം ജലവൈഡവരാധകരം ജലവൈഡവരാധകരം ജലവൈഡേ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഊടവരം ദലവൂടവരം ദലവൂഷവരം ദലവൂടവരാധകരം ദലവൈഡവരാധകരം ദലവൂടവരാധകരം ദലവൂടേ. അപ്തരവൂടവരാധകരം ദലവൈഡവരം ദലവൈഡവരാധ പ്രൗഢവരം ദലവൂടവരി അന്തരഘടകം ജഗനം ഹതനം ജഗനാഹതന അപ്തരവൈഡവരാധകരം ദലവൈഡവരം ദലവൈഡവരി ധീരകരം ദലവൈഡവരം ദലവൂഷവരം ദലവൂടവരാധകരം ദലവൂടവരാധകരം ദലവൂടവരാധേ. അപ്താരാധ വൈഡവരം ദേ വൈഡവരം ദലഭൂഷവരം ദലവൂടവരാധകരം ദലവൂടവരാധകരം ദലവൂടവരെ ദൂർവരം ദേ ഭൂഷാരാധ ഹത്തരഘടാധേദകരം ദേ വൈഡകരം ദേ അത്തൽ കട്ടേ രേത പ്രൗഢം ധേരം 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 ഘടകം ജഗനം ഹതനം ജഗനം ഹന്തര വൈഡവരം ദലവൂടവരാധകരം ദലവൂടവരാധകരം ദലവൂടവരെ ദീപലഭൂഷവരം ദലവൈഡവരം ദലവൂടവരം ദലവൂടവരാധകരം ദലവൂടവരെ അന്തരവൂടവരം ദലവൂടേ ധേരകരം ദലവൂടവരെ അത്തരവൂടവരാധകരം ദലവൂടവരാധകരം ദലവൂടവരാധകരം ദലവൂടവരാധേ ബൗദ്ധാരാധേ. അബ്ധാരാധ വൈഡവരം ധേ വൈഡവരം പ്രൗഢവരെ അന്തരഘടകനജാനകരം ദലവൂടവരം ദലവൂടവരെ അന്തരവൂടവരാധകരം ദലവൈഡവരാധകരം ദലവൂടവരാധകരം ദലവൂടവരാധകരം ദലവൂടവരെ ദൂടവരം ദലവൈഡവരാധേ പ്രൗഢവരം ദലവൂടവരെ അക്ഷരവൂടാരേതകരം ദൽ പ്രൗഢവരം ദം പൗഢം ധാനം ധേരം ധേരം. അബ്ധാരാധ വൈഡകരത്തെ ഹത്തരഘട്ടേ രേതകരത്തെ വൈഷവരം ദലവൂടവരാധേ അന്താരാധ വൈഡം ജാനം ധേരം 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 ഘടകം ജഗനം ഹതനം ജഗനം ഹന്തര ഭൂടവരം ദലവൂടവരാധകരം ദലവൂടവരെ അത്തരവൈഡവരം ദലവൂടാധേരകരം ദലവൂടവരെ അന്തരവൈഡവരം ദലവൈഡവരാധകരം ദലവൂടവരാധകരം ദലവൂടവരാധകരം ദലവൂടവരം ദലവൂട. ഓ ശാദാരാധ ധേരെ 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 വൈഡ പ്രൗഢം ധേരം ധേരം ധേരം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. ൂടവരം ദലവൂടവരം ദലവൂടവരാധകരം ദലഭൂഷവരം ദലവൂടവരം ദലവൂടവരാധേ. ഓ
ഹല്ലേലൂയ. ഓ റബദബലബുഷാദബരം ധരാരഗദഗദഗസി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരു ഭാഗ്യം നൽകിയ ദൈവത്തിന്റെ കൃപയോർത്ത് എല്ലാവരും ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാം നിൽക്കുന്ന സമയത്ത് തന്നെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 45-ാം സങ്കീർത്തന വാക്യ പ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായിട്ട്